ഇത് വളരെ വ്യത്യസ്തമായൊരു സീരീസാണ്. ഹൃദ്യമായ പല ടോപ്പിക്കുകളെക്കുറിച്ചും നമ്മൾ പരസ്പരം സംസാരിക്കുന്നു. നിങ്ങൾക്ക് ഇതിനോടുള്ള റെസ്പോൺസ് ഉറപ്പായിട്ടും കമൻറ്റിൽ രേഖപ്പെടുത്താവുന്നതാണ്. ഏറ്റവും പ്രധാനമായി എല്ലാവരും ചോദിക്കുന്നൊരു ചോദ്യമാണ്, ക്രിയേറ്റീവ് ആകാൻ എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ ക്രിയേറ്റീവ് ആണോ? എനിക്ക് ക്രിയേറ്റീവ് ഫീൽഡിൽ സർവൈവ് ചെയ്യാൻ പറ്റുമോ? ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഇറ്റ്. നമ്മുടെയൊക്കെ വലിയ തെറ്റിദ്ധാരണ ക്രിയേറ്റീവ് ആൾക്കാരെന്ന് പറയുന്നത് ഫോട്ടോഗ്രാഫി ചെയ്യുന്നവരും പെയിൻറ്റിങ് ചെയ്യുന്നവരും ആനിമേഷൻ ചെയ്യുന്നവരും ഒക്കെ മാത്രമാണെന്നുള്ളതാണ്. സത്യത്തിൽ സിനിമയ്ക്കും പാട്ടിനും ഇതിനോടനുബന്ധിച്ചിട്ടുള്ള മറ്റെല്ലാ മേഖലകൾക്കും അപ്പുറത്ത് ക്രിയേറ്റീവായിട്ടുള്ള ഒത്തിരി പേരുണ്ട്. നമ്മുടെ വീട്ടിലെ അമ്മ വളരെ വലിയ ഒരു ക്രിയേറ്റീവ് ആർട്ടിസ്റ്റാണ്. വീട്ടിലെ അമ്മ മാത്രമല്ല, പാൽക്കാരനായ പൗലോസും കൃഷിക്കാരനായ കൃഷ്ണകുമാരൻ ചേട്ടനും ഒക്കെ ക്രിയേറ്റീവ് തന്നെയാണ്. ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത് വിഷ്വൽ തിങ്കിങ് എന്നുള്ളതാണ്. മനുഷ്യൻ്റെ ഏറ്റവും ഫണ്ടമെൻ്റലായിട്ടുള്ളൊരു കഴിവാണ് ഒരു കാര്യത്തെ ഇമാജിൻ ചെയ്ത് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. സത്യത്തിൽ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യൻ ചെയ്യുന്ന ഏതൊരു കാര്യത്തിൻ്റെ പുറകിലും ഈ വിഷ്വൽ തിങ്കിങ് കാണാം. കാര്യങ്ങളെ സങ്കല്പിച്ച് ചെയ്യാനുള്ള ഒരു കഴിവ്. വീട്ടിലെപ്പോഴും 1 മണി 1:15 അടപ്പ് തുറക്കുമ്പോൾ നല്ല ആവിയുള്ള ചോറുണ്ടാവാറില്ലേ? ഈ ചോറിൻ്റെ പുറകിൽ ഒരു വലിയ വിഷ്വൽ തിങ്കിങ് ഉണ്ട്. രാവിലെ എത്ര ഗ്ലാസ് അരി അതിലേക്ക് ഇടണം, വെള്ളത്തിൽ എത്ര നേരം അതിനെ കുതിർത്ത് വെക്കണം, എത്ര നേരം അതിനെ വേവിക്കണം, ഓരോ അരിക്കും വേണ്ടുന്ന വേവ് എത്രയാണെന്നൊക്കെ പറഞ്ഞിട്ട് അതിന് പുറകിൽ ആവശ്യമായൊരു വിഷ്വൽ തിങ്കിങ് ഉണ്ട്. നമ്മുടെ മുമ്പിൽ കൊതിയൂറുന്ന സ്വാദോടെ അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന ഒരു സാമ്പാർ കറിയോ അവിയലോ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനാവശ്യമായ പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻസിനെ അത്യാവശ്യം സങ്കല്പിച്ചൊക്കെ തന്നെയാണ് അമ്മ ഉണ്ടാക്കണേ. സത്യത്തിൽ നമ്മുടെയൊക്കെ വീട്ടിലുള്ളത് വളരെ ഇരുത്തം വന്ന കുലിനറി ആർട്ടിസ്റ്റുകളായിട്ടുള്ള വലിയ വിഷ്വൽ തിങ്കേഴ്സാണ്. ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ കുട്ടികളെ സ്കൂളിൽ കൊണ്ടുവിടാൻ വേണ്ടി രാവിലെ വീടിൻ്റെ ഫ്രണ്ടിൽ വന്ന് പി അടിക്കുന്ന വാൻകാരൻ വിനോദില്ലേ? ഈ വിനോദ് നമ്മുടെ വീട്ടിലേക്ക് വണ്ടി ഇറക്കിയിട്ട് നമ്മുടെ മതിൽ പൊളിക്കാതെ തിരിച്ച് വണ്ടി പുറത്തിറക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതും വിഷ്വൽ തിങ്കിങ് തന്നെയാണ്. കൃഷിക്കാരൻ കുമാരൻ ചേട്ടൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, ഒരു ഞാറ് നടുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അദ്ദേഹം സങ്കല്പിക്കുന്നത് ഓരോ കാലഘട്ടങ്ങളെയാണ്, ഓരോ സീസൺസിനെയാണ്. ഈ ഓരോ സീസൺസിലും ലഭിക്കേണ്ടുന്ന മഞ്ഞും മഴയും വെയിലും കിട്ടിയാലാണ് അദ്ദേഹം നടന്ന ഞാറ് വളർന്ന് വലുതായി ഫലം കഴിക്കുക. ചായ ഇടുന്ന ചന്ദ്രൻ ചേട്ടൻ്റെ കാര്യം എടുക്കാം. എത്ര വെള്ളം വേണം, എത്ര പാല് വേണം, പാലിന് എത്ര തേയില വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ആവശ്യമായ തീയോടും കൂടെ ചേർത്ത് നല്ല ചൂടോടെ കിട്ടുന്നൊരു ചായയല്ലേ, അതിൻ്റെ കൂടെ പരിപ്പുവടയുടെ നല്ല പരുപരുത്ത ഒരു കടിയും കൂടെ ആകുമ്പോൾ നമ്മുടെ ആസ്വാദന ശേഷി വളരെ വലുതാകുന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറകിലും ഒരു ആർട്ടിസ്റ്റ് ഉണ്ട്, ഒരു വിഷ്വൽ തിങ്കർ ഉണ്ട്. ജീവിതത്തിലെ ഏത് കാര്യത്തിൻ്റെ പുറകിലും വിഷ്വലി സങ്കല്പിച്ച് ചെയ്യാനല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ സത്യത്തിൽ പറ്റില്ല. സോ ജനിച്ചു വീഴുന്ന ഓരോ കുട്ടിക്കുമുള്ള ഫണ്ടമെൻ്റലായിട്ടുള്ള ഒരു ഇൻസ്റ്റിങ്ക്റ്റീവ് ക്വാളിറ്റിയാണ് വിഷ്വൽ തിങ്കിങ്. ഇനി ഒരു കവിയുടെ കാര്യം എടുക്കാം. സത്യത്തിൽ കവി ചെയ്യുന്നതും വിഷ്വൽ തിങ്കിങ്ങിനല്ലേ. അദ്ദേഹം കാണുന്ന, മനസ്സിൽ കാണുന്ന, സങ്കല്പിച്ച് കാണുന്ന, അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിനകത്ത് അദ്ദേഹം പടച്ചുണ്ടാക്കിയിട്ടുള്ള ആ വലിയ ലോകത്തെ അദ്ദേഹം ദൃശ്യമായൊരു ഭാഷയിൽ കൂടെ നമുക്ക് അവതരിപ്പിക്കുന്നു. സത്യത്തിൽ പ്രോസും പോയട്രിയും തമ്മിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം തന്നെ ഈ വിഷ്വൽ തിങ്കിങ് ആണ്. ഒരു അഭിനേതാവ് അഭിനയിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കഥാപാത്രത്തെ മനസ്സിൽ കണ്ട് വിഷ്വലൈസ് ചെയ്ത് തൻ്റെ എക്സ്പ്രഷൻസിലൂടെ ജീവൻ കൊടുക്കണമെങ്കിലും അദ്ദേഹത്തിൻ്റെ ഉള്ളിലുമുള്ളത് വിഷ്വൽ തിങ്കിങ് തന്നെയാണ്. ഇൻസ്പയർ ചെയ്യുന്ന ഒരു കാര്യത്തെ കണ്ടു കഴിയുമ്പോൾ കവിയുടെ മനസ്സിൽ ഉണ്ടാകുന്നത് ഒരു സെറ്റ് ഓഫ് വിഷ്വൽസ് ആണ്. എന്ന് പറയുന്ന പോലെ ഇൻസ്പയർ ചെയ്യുന്ന ഒരു കാര്യം വായിച്ചു കഴിയുമ്പോൾ സിനിമറ്റോഗ്രാഫറുടെ മനസ്സിലുണ്ടാകുന്നതും ഒരു വലിയ വിഷ്വൽ ലോകമാണ്. കവി അതിനെ വിഷ്വലി ചിന്തിച്ച് എങ്ങനെയാണോ തൻ്റെ വാക്കുകളിലൂടെ ആ വിഷ്വൽസിന് ജീവൻ പകർന്ന് നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ ആസ്വാദികരമാക്കുന്നത്, അതേ രീതിയിൽ ഒരു സിനിമറ്റോഗ്രാഫർ അദ്ദേഹം വായിക്കുന്ന കണ്ടന്റിനെ വിഷ്വലൈസ് ചെയ്ത് നമുക്ക് ആസ്വാദികരമാവുന്ന രീതിയിൽ ദൃശ്യങ്ങളായിട്ട് നമ്മളോട് സംവേദിക്കുന്നു. കവി വാക്കുകൊണ്ടും സിനിമറ്റോഗ്രാഫർ ഇമേജ് കൊണ്ടും നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഒരേ ലൈൻ ഓഫ് വിഷ്വൽ തിങ്കിങ് തന്നെയാണ്. അപ്പോൾ പിന്നെ ഞാൻ ക്രിയേറ്റീവ് ആണോ എന്നുള്ള നിങ്ങളുടെ ചോദ്യത്തിൻ്റെ എൻ്റെ ഉത്തരം നിങ്ങൾ 100% ക്രിയേറ്റീവ് ആണ് എന്നുള്ളത് തന്നെയാണ്. ഇവിടെ നമ്മൾ ആകാതിരിക്കുന്നത് ഒന്ന് മാത്രമാണ്, പ്രൊഡക്റ്റീവ്. ക്രിയേറ്റിവിറ്റിയും പ്രൊഡക്റ്റിവിറ്റിയും മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ്. ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത് കാണുവാനുള്ള കഴിവാണെന്നുണ്ടെങ്കിൽ പ്രൊഡക്റ്റിവിറ്റി എന്ന് പറയുന്നത് കണ്ടുകൂട്ടിയ കാര്യങ്ങളെ കാണിച്ചു കൊടുക്കാനുള്ള കഴിവാണ്. സത്യത്തിൽ നമ്മളൊക്കെ കാണുന്നത് നമ്മുടെ ഹൃദയത്തിൻ്റെ കണ്ണുകൊണ്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു വലിയ മനക്കോട്ടയിലായതുകൊണ്ട് തന്നെ കാണിച്ചു കൊടുക്കൽ അത്യാവശ്യം ചടങ്ങ് തന്നെയാണ്. ദേ ഇവിടെയുണ്ട്, ഇങ്ങോട്ട് നോക്കൂ, ഇവിടെ കണ്ടോളൂ എന്ന് പറഞ്ഞ് നമ്മുടെ ഹൃദയത്തിലേക്ക് ചൂണ്ടി കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആരും കാണുകയില്ല. സപ്പോസ് ദേ എൻ്റെ ഹൃദയം മൊത്തം സിനിമയാണ്, ഇവിടെ നോക്കൂ, നിങ്ങൾ സിനിമ കണ്ടോ, ഇനി സിനിമ കണ്ടതിന് ശേഷം 150 രൂപ തരൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറിവിളിയുടെ പൂരമായിരിക്കും കിട്ടാൻ പോകുന്നത്. അതേസമയം
സങ്കല്പിച്ച് കൂട്ടാൻ പറ്റുന്ന ഒരു കാര്യത്തെ സ്ക്രിപ്റ്റുകളാക്കി അതിനെ ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് മ്യൂസിക് ഉണ്ടാക്കി ഒക്കെ ചെയ്ത് അതിനെ കൃത്യമായിട്ട് പബ്ലിഷ് ചെയ്ത് ഒരു ഡിസ്ട്രിബ്യൂട്ടർ ചെയിനിലൂടെ പരസ്യങ്ങൾ ചെയ്ത് സിനിമയാക്കി നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുമ്പോഴാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റായിട്ട് അത് മാറുക. അങ്ങനെ ഹൃദയത്തിൽ നമ്മൾ വിഷ്വലൈസ് ചെയ്യുന്ന നമ്മുടെ മനസ്സിൻ്റെ കണ്ണുകൊണ്ട് നമ്മൾ കണ്ടുണ്ടാക്കുന്ന വലിയ മനക്കോട്ടെ അത് അബ്സ്ട്രാക്റ്റാണ്, അമൂർത്തമാണ്. അതിനെ ഫ്ലഷും ബ്ലഡും കൊടുത്ത് ശരീരം കൊടുത്ത് മറ്റുള്ളവർക്ക് കണ്ടാൽ അനുഭവിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പ്രൊഡക്റ്റാക്കി മാറ്റുന്ന അവസ്ഥയാണ് മൂർത്തികളെന്ന് നമ്മൾ വിളിക്കുന്നത്. ആ പ്രോസസ്സിനെയാണ് നമ്മൾ പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നമുക്ക് ചുറ്റും ആക്ച്വലി ക്രിയേറ്റീവ് എന്ന് വിളിക്കുന്നവരെല്ലാം സത്യത്തിൽ നമ്മളോടൊപ്പം തന്നെ ക്രിയേറ്റീവായ ആൾക്കാരാണ്. അവർക്കുള്ള അഡീഷണൽ ആയിട്ടുള്ള വലിയ ഗുണമെന്ന് പറയുന്നത് അവർ പ്രൊഡക്റ്റീവാണ് എന്നുള്ളതും കൂടിയാണ്. വർഷാവർഷം ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലേക്ക് വലിയ കൂട്ടം പക്ഷികളെ പോലെ ചേക്കേറുന്ന ഒരു കൂട്ടം യങ്സ്റ്റേഴ്സ് ഉണ്ട്. ഇവരൊക്കെ ചിന്തിക്കുന്നത് അവർ ക്രിയേറ്റീവ് ആണെന്നാണ്. 100% അവർ ക്രിയേറ്റീവ് തന്നെയാണ്. സങ്കല്പിക്കാനുള്ള കഴിവുള്ളവർ, മനസ്സിൽ ഹൃദയം കൊണ്ട് കണ്ട് ഒരു വലിയ മനക്കോട്ട കെട്ടാൻ കഴിവുള്ളവർ, ഉൾക്കാഴ്ചയുള്ളവർ ഒക്കെ തന്നെയാണ് അവർ. പക്ഷേ പ്രൊഡക്റ്റീവ് ആകാൻ കഴിഞ്ഞില്ലെങ്കിൽ, കാണുന്ന കാര്യങ്ങളെ കാണിക്കുവാൻ പാകത്തിന് ഉണ്ടാക്കാനുള്ള കെൽപ്പും കൂടെ നേടിയെടുത്തില്ലെങ്കിൽ ലൈഫിൽ തന്നെ വൻ പരാജയമായി തീരും. ഒരു സിനിമ കാണുന്ന സമയത്ത് അതിൽ നല്ല ഫ്രെയിം കാണുമ്പോൾ, അതിൽ നല്ല മൂവ്മെൻറ്റ് കാണുമ്പോൾ, അതിൽ ലൈറ്റിങ് കാണുമ്പോൾ നമ്മുടെ ഹൃദയം കൊണ്ട് കാണാനുള്ള കഴിവ് വെച്ചിട്ട് നമ്മൾ ചിന്തിക്കും, ഇതിനേക്കാൾ അപ്പുറത്ത് വൻ കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റില്ലേ, എനിക്കതിനെ വിഷ്വലൈസ് ചെയ്യാനുള്ള കഴിവുണ്ടല്ലോ എന്നുള്ളത്. വിഷ്വൽ തിങ്കിങ് ഞാൻ പറഞ്ഞ പോലെ എല്ലാവർക്കും ഉള്ളൊരു കാര്യമാണ്. പക്ഷേ അതുകൊണ്ട് മാത്രം വണ്ടി ഓടില്ല. ആ രീതിയിൽ പരിശ്രമിച്ചാൽ മാത്രമാണ് നിങ്ങൾക്ക് സിനിമ എന്ന് പറയുന്നൊരു പ്രൊഡക്റ്റിനെ ഉണ്ടാക്കാൻ പറ്റുക. അങ്ങനെ പ്രൊഡക്റ്റീവ് ആകുന്ന പ്രോസസ്സിലേക്ക് വരുന്ന സമയത്ത് നല്ല രീതിയിൽ കാര്യങ്ങൾ കയ്യിൽ നിന്ന് പാളും. അവിടെയാണ് നമുക്ക് ട്രെയിനിങ്ങിൻ്റെ ആവശ്യമുള്ളത്. അപ്പോൾ പ്രൊഡക്റ്റീവ് ആക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുമ്പോൾ കുറേ സാഹചര്യങ്ങൾ നിമിത്തം എല്ലാ കാര്യങ്ങളെയും പ്രൊഡക്റ്റീവ് ആക്കാൻ പറ്റില്ല. 1000 കാഴ്ചകൾ കണ്ടെങ്കിലും അതിൽ 2-3 കാഴ്ചകളെ ആയിരിക്കും യഥാർത്ഥത്തിൽ കാണിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് നമുക്കൊരു പ്രൊഡക്റ്റാക്കി മാറ്റാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ വീട്ടിലിരുന്ന് സിനിമ കണ്ടിട്ട് ഞാൻ ഭയങ്കര ക്രിയേറ്റീവാണ്, ഈ സിനിമക്കാരൊക്കെ എന്താണ് ചെയ്യുന്നതെന്നുള്ള ചെറിയ പുച്ഛമുണ്ടെന്നുണ്ടെങ്കിൽ മടക്കി അത് പോക്കറ്റിട്ടേരെ. അതുകൊണ്ട് തന്നെ വീട്ടിലിരുന്ന് സിനിമ കാണുന്ന സമയത്ത് ഈ സിനിമക്കാരൊക്കെ എന്താ ചെയ്യുന്നത്, ഇതിനേക്കാളൊക്കെ വലിയ വമ്പൻ പടങ്ങൾ എനിക്ക് നിർമ്മിക്കാൻ പറ്റുമല്ലോ, അതൊക്കെ എനിക്ക് കാണാൻ കഴിയുന്നുണ്ടല്ലോ, അതൊക്കെ എനിക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ, എന്ത് ഗെയിം ഓഫ് ത്രോൺസ്, എന്ത് ഹൗസ് ഓഫ് ഡ്രാഗൺ, എന്ത് ബാഹുബലി എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ടീമുകളോട് എനിക്ക് ഒറ്റ കാര്യമേ പറയാനുള്ളൂ. വിഷ്വൽ തിങ്കിങ് എന്ന് പറയുന്നത് ഒരു ബേസിക് ഹ്യൂമൻ ഇൻസ്റ്റിങ്ക്റ്റാണ്. അതൊരു സർവൈവൽ ഇൻസ്റ്റിങ്ക്റ്റ് തന്നെയാണ്. അതെല്ലാവർക്കും ഉണ്ട്. അതുണ്ടായിട്ട് മാത്രം 10 പൈസയുടെ ഗുണം നിങ്ങൾക്കോ നിങ്ങളുടെ വീട്ടുകാർക്കോ ഉണ്ടാവുന്നില്ല. വീട്ടിലേക്ക് 5 പൈസ വരാനും പോകുന്നില്ല. നിങ്ങൾ ചിന്തിച്ചു കൂട്ടുന്ന, നിങ്ങൾ ഇമാജിൻ ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്നും ഏതാണ് പ്രൊഡക്റ്റീവായിട്ട് ഓഡിയൻസ് അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു ഡിസൈൻ എന്ന് തിരിച്ചറിയാൻ കഴിയുന്ന സെൻസിബിലിറ്റി ഉണ്ടാകുന്നിടത്തു നിന്നാണ് സത്യത്തിൽ പ്രൊഡക്റ്റീവായിട്ടുള്ള നിങ്ങളുടെ ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത്. ശരിയാണ്, നിങ്ങളും അമൽനിരുതും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല, നിങ്ങളും ജോമോൻ ജോണും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല, നിങ്ങളും സുദീപ് ചാറ്റർജിയും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. ഒറ്റ വ്യത്യാസം മാത്രമേ ഉള്ളൂ, അവർ പ്രൊഡക്റ്റീവാണ്. ഒരു വലിയ കല്ല് കാണുന്ന സമയത്ത് ഒരു പക്ഷേ ഒരു ശില്പിക്ക് കാണാൻ പറ്റുന്നത് ഒരു നല്ല ശില്പത്തെ ആയിരിക്കും. കൂടെയുള്ള ആൾക്ക് ഓഫ് കോഴ്സ് ആ ശില്പത്തെ കാണാൻ പറ്റിയെന്നിരിക്കും. പക്ഷേ ആ വലിയ കല്ലിൽ നിന്നും ആ ശില്പത്തെ ഉണ്ടാക്കാൻ എത്ര സമയം വേണം, അതിനാവശ്യമായ ടൂളുകൾ എന്തൊക്കെയാണ്, എത്ര പേർ പണിയെടുക്കണം, എത്ര ദിവസം കൊണ്ട് ആ ശില്പത്തെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും, ആ ശില്പത്തിന് എന്ത് തുക വരും എന്നൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ ടൂളുകളെക്കുറിച്ചും അതിനാവശ്യമായ എക്യുപ്മെൻറ്റുകളെക്കുറിച്ചും ഒക്കെ ഒരു വലിയ ധാരണ ഉണ്ടാവേണ്ടതുണ്ട്. വീട്ടിൽ കുറച്ച് അതിഥികൾ വന്നു, 10 പേർക്ക് ബിരിയാണി ഉണ്ടാക്കണമെന്ന് നിൽക്കട്ടെ. നമ്മൾ കടയിൽ പോയിട്ട് ബിരിയാണി അരി വാങ്ങിക്കുന്ന സിനാരിയോ എടുക്കുക. ബിരിയാണി ഉണ്ടാക്കാൻ എനിക്കറിയാം എന്ന് ചിന്തിക്കുന്ന ഒരു വിഷ്വൽ തിങ്കിങ് മാത്രമുള്ള ആളാണെന്നുണ്ടെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് അവിടെ പോയിട്ട് ആവശ്യത്തിലും കൂടുതൽ അരി വാങ്ങിച്ചുകൊണ്ട് വരികയും പൈസ വേസ്റ്റ് ആവുകയും ചെയ്യും. എന്നാൽ അങ്ങനെ ഒരാളോടൊപ്പം നിന്ന്, ബിരിയാണി ഉണ്ടാക്കുന്ന ഒരാളോടൊപ്പം നിന്ന് കുറച്ച് നാൾ അയാളുടെ കൂടെ നിന്ന് പഠിച്ച് അയാൾ എന്താണ് ചെയ്യുന്നത്, എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കി എത്ര പേർക്ക് എത്ര അരിയാണ് വേണ്ടത് എന്നൊക്കെയുള്ള പലവിധമായ ബിരിയാണി ഉണ്ടാക്കേണ്ടതിന് വേണ്ടിയുള്ള പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻസൊക്കെ മനസ്സിലാക്കി കുറച്ച് നാളുകൾ ശിഷ്യനായി കൂടെ ഇരിക്കുന്ന ആളാണ് അവസാനം പ്രൊഡക്റ്റീവായിട്ട് മാറുന്നത്. സ്വിച്ചിട്ട പോലെ പ്രൊഡക്റ്റീവ് ആവാനും പറ്റില്ല കേട്ടോ. ശില്പിയുടെ കാര്യം എടുത്ത്, ഈ ശില്പിയുടെ കൂടെ അസിസ്റ്റൻ്റായിട്ട് ജോയിൻ ചെയ്തിട്ട് ശില്പിയുടെ കൂടെ കുറച്ച് നാൾ നടന്ന് ഏതൊക്കെ ടൂളുകൾ എങ്ങനെയൊക്കെ ഏത് സ്ട്രെങ്തിൽ കൊട്ടിയാലാണ് ഈ കല്ലുകൾ ഇളകി മാറി നല്ല ശില്പം അതിൽ നിന്ന് ഉണ്ടാവുക എന്നുള്ള കുറേ പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻസ് ഉണ്ട്. അത് പഠിക്കാൻ ഇദ്ദേഹം സമയമെടുത്താൽ മാത്രമാണ് അവന് പ്രൊഡക്റ്റീവ് ആകാൻ പറ്റുക. മനസ്സിൽ ആശയമുള്ളത് കൊണ്ട് മാത്രം നമുക്ക് പ്രൊഡക്റ്റീവ് ആവണമെന്നില്ല.
അപ്പോൾ ഞാൻ ഭയങ്കര ക്രിയേറ്റീവ് ആണെന്ന് പറഞ്ഞ് വീട്ടിലിരുന്നാൽ കാര്യങ്ങൾ ഓടില്ല. നമ്മൾ പുറത്തു വന്നിട്ട് അത്യാവശ്യം ശിഷ്യത്വം സ്വീകരിച്ച് കുറച്ച് കാര്യങ്ങളെ മനസ്സിലാക്കി ലൈഫിൽ പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്ന ഒരു വലിയ ഫാക്കൽറ്റി ഉണ്ടാക്കിയെടുത്തെങ്കിൽ മാത്രമാണ് സക്സസ്ഫുൾ ആവാൻ നമുക്ക് പറ്റുക. വിഷ്വൽ തിങ്കിങ് ഒരു ആർക്കിടെക്റ്റിനുമുണ്ട്, ഒരു റോഡ് പണിയുന്ന ആൾക്കുമുണ്ട്. അങ്ങനെ ലൈഫിലുള്ള ഓരോ വ്യക്തികൾക്കും വിഷ്വൽ തിങ്കിങ് ഉണ്ട്. വിഷ്വൽ തിങ്കിങ് ഉണ്ടെങ്കിലേ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. വീട് പണിയുന്ന ആളും വീട് പണിയുന്ന സമയത്ത് സ്വന്തം ഹൃദയത്തിൽ രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഒരു വീട്ടിലേക്ക് ഇത്ര ഇഷ്ടിക വേണം, ഇത്ര സിമൻറ്റ് വേണം, ഇതിന് ഇത്രയൊക്കെ കാര്യങ്ങൾ വേണം എന്നുള്ളത് നേരത്തെ കാൽക്കുലേറ്റ് ചെയ്ത് പറഞ്ഞ് വെച്ച് അതിനുള്ള ബഡ്ജറ്റ് എടുത്ത് കൃത്യസമയത്ത് അത് ചെയ്ത് തീർത്ത് കൊടുക്കുമ്പോഴാണ് അദ്ദേഹവും പ്രൊഡക്റ്റീവ് ആവുന്നത്. സോ ലൈഫിൻ്റെ എല്ലാ സൈക്കിളിലും ഈ വിഷ്വൽ തിങ്കിങ് ഉണ്ട്. അല്ലാതെ ദ സോ കോൾഡ് ക്രിയേറ്റീവായിട്ടുള്ള ആൾക്കാർ മാത്രമല്ല ക്രിയേറ്റീവായിട്ടുള്ളത്. ലെറ്റ്സ് ലേൺ ടു ബി ക്രിയേറ്റീവ് ആൻഡ് അൺലേൺ ടു ബി പ്രൊഡക്റ്റീവ്.